ഹലോ, രാവിലെ എഴുന്നേറ്റ് ദോശ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ച് ഇനി നമ്മുടെ 10 മണി ചെടികളൊക്കെ ഒന്ന് നോക്കുകയാണേ. രാവിലെ 10 മണി ചെടികൾ വന്ന് നോക്കുക എന്നുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് പല കളറിലുള്ള 10 മണികൾ വിരിഞ്ഞ് നിൽക്കുന്നു. അതിൻ്റെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അതെനിക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു പരിപാടിയായിട്ട് വന്നേക്കുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിഷുവായിട്ട് ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. വേറൊരു സിനിമ പള്ളിച്ചട്ടം തന്നെ റിലീസാവുന്ന സിനിമയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സിനിമ റിലീസാവുന്നതിൻ്റെ അന്ന് തന്നെ പോയി കാണണമെന്ന്. അങ്ങനെ ഞാനും അണ്ണച്ചി സംഘടനയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ അഞ്ചാനി തിയേറ്ററിലാണ് പോകുന്നത്. ഇന്ന് മാജിക് ഫ്രെയിമിലാണ് വന്നത്. കറുവച്ചാൽ തന്നെ വേറെ തിയേറ്ററാണല്ലോ മാജിക് ഫ്രെയിം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 10:02 ആയിട്ടുണ്ട്. 10 മണിക്ക് മൂവി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എഴുതി കാണിക്കാനൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള സോഫ ബെഡ് ഉണ്ടല്ലോ, ഫ്രണ്ട് സീറ്റിലുള്ള അത് ഇരുന്നുള്ള എക്സ്പീരിയൻസ് കൂടെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് റോയിൽ തന്നെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് കയറി അവിടെ തന്നെ നമുക്ക് മൂവി സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കയറി നമുക്ക് അവർ തന്നെ കൊണ്ട് എന്തായാലും സീറ്റൊക്കെ കാണിച്ചു തന്നു. കാരണം ആദ്യമായിട്ട് അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. സിനിമ സ്റ്റാർട്ടാകുന്നേ ഉള്ളൂ, പേരൊക്കെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സിനിമ തുടങ്ങിയിട്ടുണ്ട്. സിനിമയ്ക്ക് മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ട് അറിയാവുന്ന പാട്ടാണല്ലോ കാട്ടിച്ചപ്പകം പൂത്തില്ലേ. ആ പാട്ട് എന്തായാലും പാട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ സിനിമ ഇപ്പോഴാണ് റിലീസായത്. എന്തായാലും നല്ല സിനിമ തന്നെയാണ് കേട്ടോ. ആട് 3 അപേക്ഷിച്ച് അടിപൊളി സിനിമയാണ്. വാഴയുടെ അത്ര വരത്തില്ല, എന്നാലും നല്ല സിനിമയാണ്. അത് രണ്ട് രീതിയിലുള്ള മൂവിയാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അണ്ണച്ചേനൽ നല്ല മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആട് 3 ഭയങ്കരമായിട്ട് നമുക്ക് പൈസ വെറുതെ നഷ്ടമായെന്ന് തന്നെ ഒന്നും മനസ്സിലായിട്ടില്ല അതിനകത്ത് കഥയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ 2ാം പാർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പകുതി കഴിഞ്ഞ് ഇൻ്റർവെല്ലായി നമ്മളിവിടെ വന്നിട്ട് ഒരു സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പോപ്കോണും കൂടെ വാങ്ങിക്കുന്നുണ്ട്. സാൻഡ്വിച്ച് 100 രൂപയാണ്, പോപ്കോൺ വന്നിട്ട് 200 രൂപ. അഞ്ചാനി തിയേറ്റേഴ്സിൽ 250 രൂപ വരുന്ന ഏകദേശം 250 230 റേറ്റാണ്. ഇവിടെ 200 രൂപയാണ് പോപ്കോണിന്. അപ്പോൾ നമ്മൾ പോപ്കോൺ വാങ്ങിച്ചു. പിന്നെ സിനിമ സ്റ്റാർട്ടായി നമ്മളകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു മൂവിയാണ് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് മൂവി സെറ്റ് ചെയ്തേക്കുന്നത്. പൃഥ്വിരാജിൻ്റെ എൻട്രിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒത്തിരി ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം പൃഥ്വിരാജും ഒക്കെ ഉണ്ട്. നല്ലൊരു മൂവിയാണ് കേട്ടോ. ഇത് ഇലക്ഷന് മുന്നേ വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്കൊരു തോന്നി. എന്തായാലും നമ്മുടെ പൈസ പോകാത്ത ഒരു മൂവി തന്നെയാണ്. പൈസ വർത്താണ്. കാരണം കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ നല്ലൊരു മൂവിയാണ്. അങ്ങനെ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വരാനുള്ള നെടുങ്കുന്നം കറുവച്ചാൽ റൂട്ടിലുള്ള ആ ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ പോയി ജ്യൂസ് കുടിച്ചേ. ഷെയ്ക്കാണ് ഇസാനാണ് അടച്ചെടുത്തത്. ഞാൻ പൈനാപ്പിൾ ജ്യൂസായിരുന്നു. നമ്മൾ മിക്കവാറും ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ചൂട് ആയതുകൊണ്ട് ഈ വഴിക്ക് പോയി എപ്പോഴും നമ്മളിവിടെ കയറാറുണ്ട്. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളി ഷെയ്ക്ക് ജ്യൂസും എല്ലാം കിട്ടുന്നതാണ്. ഫ്രഷ് ജ്യൂസ് നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്ന ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു ഷോപ്പാണ്. നമ്മളിപ്പം ഈ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ഇവിടെ ഉണ്ട്. ഈ വഴിക്ക് പോയാൽ ഇവിടെ കയറാതിരിക്കത്തില്ല. അപ്പം ഈ വഴിക്ക് പോകുന്നവരൊക്കെ ഒന്ന് കയറി നോക്കുക, ഉറപ്പായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് വീണ്ടും അടുത്ത തവണ ഇവിടത്തേക്കിന് തന്നെ വരും. ഞങ്ങൾ ചിലപ്പോൾ ഇവിടത്തേക്കിന് വരാൻ വേണ്ടി തന്നെ വൈകിട്ട് വരാറുണ്ട്. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വിഷു ആയതുകൊണ്ട് നമ്മൾ താഴത്തെ വീട്ടിലാണ് നമ്മൾ സദ്യയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ തിയേറ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇന്ന് ചെറിയൊരു സദ്യയും കൂടെ കഴിക്കണം. അപ്പോൾ സദ്യ കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വിഷുക്കണിയൊക്കെ ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇനി വൈകുന്നേരം നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അത് പിന്നത്തെ ഒരു വീഡിയോയിലിടാം. അതുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് വന്ന ഉടനെ ഇവിടെ പോയി കഴിക്കാൻ വലുതായിട്ട് കഴിച്ചില്ല, ജ്യൂസ് കുടിച്ചിട്ട് വന്നുകൊണ്ട്. എന്നിട്ട് വീണ്ടും കട ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ